ഓഫും റെസ്റ്റ് ഡേയും ഒരുമിച്ച് വന്നപ്പം നമ്മൾ എണീക്കാൻ തന്നെ ഇച്ചിരി താമസിച്ചു. പിന്നെ കാർബ് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പോയിന്റിൽ ബോഡി നല്ല രീതിയിൽ ഡിപ്ലീറ്റഡ് ആണ്. എനിക്ക് ഇനിയൊരു 5 വീക്സും കൂടെയുണ്ട് കോമ്പറ്റീഷന് പോകാൻ. അപ്പോൾ അതിന് മുന്നേ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ ബോഡിയിൽ എനിക്ക് എനർജി ഫുള്ള് തിരിച്ചു കയറ്റണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ സാധാ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി പോലത്തെ അങ്ങനത്തെ ഫുഡുകൾ വെച്ച് മാക്സിമം കാർബ് അതിൽ നിന്ന് ഞാൻ കയറ്റാൻ നോക്കും. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ട് ഞാൻ ലാമ്പിൻ്റെ എന്തെങ്കിലും സോഴ്സുകൾ കണ്ടുപിടിച്ച് അത് വെച്ച് സ്റ്റേക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മാക്സിമം ബോഡിയിൽ എനർജി തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ഞാൻ ഇന്ന് പിങ്ക് സോൾട്ട് മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നാരങ്ങാവെള്ളം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കുടിച്ച് പൊട്ടാസ്യം സോഡിയം അങ്ങനത്തെ എല്ലാം റീഫിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഫുൾ ഡേയ്സ് ഇനി കോമ്പറ്റീഷൻ്റെ അവിടം വരെ ഇനി മാക്സിമം സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ ഫുഡുകൾ മാത്രമാണ് ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫോട്ടോസൊക്കെ മിക്കതും എടുക്കുന്നത് എൻ്റേത് ഇവളുടേത് ഞാനും. അപ്പോൾ ഞങ്ങൾക്കൊരു പേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ എൻ്റെ ബയോയിൽ കിടപ്പുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഫുഡിൽ എൻ്റെ ഫേവററ്റാണ് ഈ കിടക്കുന്ന സ്റ്റേക്ക്. വല്ലപ്പോഴും ഇത് കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഈ ഒരു 8:30 സമയം കഴിഞ്ഞിട്ടും കണ്ടോ ഇപ്പോഴും നല്ല വെട്ടമാണ്. സ്കൈ നല്ല രസമുണ്ട് കാണാൻ. എഡിറ്റ് ചെയ്തതല്ല, അങ്ങനെ തന്നെയായിരുന്നു കാണാൻ. പിങ്ക് സോൾട്ട് എടുത്തു. നമ്മൾ തിരിച്ച് വന്നിട്ട് പറഞ്ഞ പോലെ ഞാൻ ഹൈഡ്രേഷൻ എല്ലാം കയറ്റാൻ വേണ്ടി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചസാര കുറവാണ്, പിങ്ക് സോൾട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലാമ്പിൻ്റെ ഞാൻ മാരിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനതിനെ എയർ ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ച് കിടന്നുറങ്ങി.